കുറേ ദിവസമായിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വലിയ മൂടൊന്നുമില്ല, എന്നാലും എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പിന്നെ കുട്ടീസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചത്. മിഠായ എവിടുന്ന മിഠായിട്ട് ഇത് വാങ്ങിച്ചതല്ലോ. സ്വിച്ച് ഉറങ്ങായിരുന്നു. മിഠായി തന്നപ്പോൾ ലല്ലുവിൻ്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്. ലല്ലുവിന് വിഷ് ചെയ്ത ഹാപ്പി ബർത്ത്ഡേ എന്ന്. കുറച്ച് കഴിയുമ്പോൾ പറയണട്ടോ ലല്ലുവിനോട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന്. ഇപ്പം 2-3 ദിവസമായിട്ട് ഭയങ്കര ഉഷാറൊന്നുമില്ല. കുറച്ച് ദിവസം നല്ല ഉഷാറാണെങ്കിൽ പിന്നെ ആകെ ടയേർഡായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം ഭയങ്കര ടയേർഡായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10 മണി കഴിഞ്ഞോട്ട് ഇന്ന് ഞാൻ എണീറ്റപ്പോൾ അപ്പോഴത്തേനും കുട്ടീസൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയാണ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതും പിന്നെ അവരെ കുളിപ്പിച്ചൊക്കെ കൊടുത്തത് കേട്ടോ. ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേനും അവരെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുങ്ങൽ നിർബന്ധമാണല്ലോ. അപ്പോൾ അവർ നിന്നൂസ് ഇപ്പോൾ കണ്ണൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് തന്നെ. അപ്പം മുടിയൊക്കെ ഇതേ കുട്ടീസിൻ്റെ നിന്നൂസാണ് കെട്ടിക്കൊടുത്തത്. നിന്നെ നോക്കട്ടെ, നിന്നെ കണ്ണൊക്കെ എഴുതാൻ പഠിച്ചില്ലേ? നോക്കട്ടെ നോക്കട്ടെ, ഇത്ര നേരമായിട്ട് എഴുതി കഴിഞ്ഞില്ലേ? നോക്കട്ടെ നോക്കട്ടെ, പല്ലോക്കട്ടെ നോക്കട്ടെ, അളകുണ്ടോ നോക്കട്ടെ. ആ അളകുണ്ട് കേട്ടാ. അടിയത്തെ പല്ലൊക്കെ, അടിയത്തെ പല്ല് ഇങ്ങനെയാണ് നിക്കണ. അങ്ങനെ ഇച്ചിനിയോ ഇയ്യ പിപ്പിക്ക് ആരും മുടി കെട്ടി തന്ന? ചുച്ചനോ? നിന്നിപ്പോ വലിയ എത്താത്തായില്ലേ? നിന്നല്ല മുടി കെട്ടി തന്ന, അപ്പൊ നിന്നെ എഴുതി തരും. നിന്നല്ലേ മുടി കെട്ടി തന്ന എന്റെ മോൾക്ക്. എന്റെ കണ്ണെഴുതി തന്ന? വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് നോക്കിയടി. പിപ്പി നിന്നെ എഴുതിയത് ഇനി പിപ്പിക്ക് എഴുതി കൊടുക്ക, അത്ര മതി. ആ സാരില്ല. ഇല്ല തെറ്റിപ്പിച്ചിട്ടില്ല. ഇനി പിപ്പിക്ക് എഴുതി കൊടുക്കടി. ഹായ് ചുറ്റുണ്ട് കണ്ണാണ നല്ല ഭംഗിയുണ്ട്. അതേമാതിരി എഴുതി തരും. കനം കുറഞ്ഞിട്ട് എഴുതി കൊടുക്കട്ടാ. കട്ടിക്ക ഒനിങ്ങി തോരഞ്ഞോ. ആ വാലുണങ്ങി.
നോക്കട്ടെ. സൂപ്പർ. കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാളുടെയും അംഗങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അവർ തന്നെ കണ്ണെഴുതുന്നതും മുടി കെട്ടുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ലല്ലുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്, അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിയുടെ. അപ്പോൾ അതിന് കാലത്ത് തന്നെ മിഠായിക്ക് കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അതിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. എങ്ങടെ പോണ്? അവര് കോടാലിക്ക് പോവാൻ തോന്നുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടോ. ഹാപ്പി ബർത്ത്ഡേ പറ. അപ്പം നിന്നൂസിൻ്റെ പല്ല് 2 പറിച്ചത് അവർ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് പല്ല് പറിക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ പല്ല് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പറിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി ഇപ്പോൾ 2 പല്ല് പറിച്ചതും അവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ലല്ലുവിൻ്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് പോവാണ് 3 കൂടിയിട്ട്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ആരോട്? അപ്പൊ എന്താ പറഞ്ഞു? ഹാപ്പി വിഷു അല്ല, ഹാപ്പി ബർത്ത്ഡേ. ഇവളെന്തിട്ട് പോയി പറഞ്ഞേ? എന്നിട്ട് പറഞ്ഞവളെ ഹാപ്പി ബർത്ത്ഡേ ആണോ ഹാപ്പി വിഷു ആണോ? ഹാപ്പി വിഷു. ഹാപ്പി വിഷു ആണോടി? നീ ഹാപ്പി വിഷു എന്നാ പറഞ്ഞ? ഹാപ്പി ബർത്ത്ഡേ എന്നല്ല പറയണ്ടേ? ഹാപ്പി ബർത്ത്ഡേ ലല്ലൂന്ന്. എനിക്ക് വയ്യ. പിന്നെ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഉമ്മച്ചി നല്ല ബിസി ആയിരുന്നു കേട്ടോ. മീനുണ്ടായിരുന്നു ഇന്നലെ വാങ്ങിച്ചത്. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻ കൂട്ടാനും ബാക്കിയുണ്ട്. പിന്നെ ഉപ്പച്ചി ഇന്നലെ വന്നപ്പോൾ കുറേ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി മാങ്ങ തൊലി കളയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ സമയത്തൊക്കെ കിടക്കുക തന്നെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു മത്ത് പോലെയാണ് കേട്ടോ തലയ്ക്ക്. അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ കിടന്നു. പിന്നെ ഞാൻ ഛർദിയുടെ ഗുളിക കഴിക്കണ്ടെന്ന് വിചാരിക്കും. പിന്നെ എനിക്ക് ഒട്ടും പറ്റാണ്ടാകുമ്പോഴാണ് കേട്ടോ ഞാനത് വെക്കുന്ന നാവിനടിയിൽ വെക്കുന്ന ഒരു ഗുളികയാണ്. അത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് കുറേ നേരം കിടന്നു കേട്ടോ. കിടന്നു വന്നപ്പോഴത്തേനും എല്ലാവരും കൂടി ചോറിനാണ് കണ്ടത്. അപ്പോൾ ചുച്ചുകുട്ടിയും നിന്നൂസും തന്നെ ഇരുന്ന് ചോറൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിപ്പിക്കുട്ടിക്കാണെങ്കിൽ ഞാൻ വാരി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ കുളിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നെ കഴിക്കുന്നുണ്ട്. 2 ദിവസം അടുപ്പിച്ച് ഈവനിങ് ആകുമ്പോൾ നല്ല മഴ പെയ്യൂട്ടോ. അത് കാരണം തന്നെ നല്ല തണുപ്പുണ്ട്. അങ്ങനെ ചൂടൊന്നും ഇപ്പോൾ തോന്നണില്ല. അല്ലെങ്കിൽ നമ്മൾ എണീക്കുമ്പോൾ തന്നെ കുളിക്കണം എന്നുള്ളൊരു ഇതിലായിരിക്കും എണീക്കുക. കാരണം നല്ല ചൂട്, നല്ല ആവി പറക്കണ ചൂടായിരുന്നു കേട്ടോ. പക്ഷെ 2 ദിവസം ഇപ്പോൾ മഴ പെയ്തപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുളിക്കാനൊക്കെ ഇതിന് നേരം വൈകൂട്ടാ. അപ്പോൾ എനിക്കിപ്പോൾ 5 മാസം കഴിഞ്ഞിട്ടുണ്ട്. 6ാമത്തെ മാസം ഓടിക്കൊണ്ടിരിക്കുകയാണ്. 23 ആഴ്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബേബി ബമ്പൊക്കെ ചെറിയ രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം ചോറ് കഴിക്കാൻ പോയിട്ടാ. നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ട്, പിന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ മീൻ കൂട്ടാനുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് അതിൻ്റെ മേൽക്കൂടെ ഒന്ന് ഒഴിച്ചു. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പച്ചി വന്നപ്പോൾ കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങ ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം മാങ്ങ ഇങ്ങനെ തോരണില്ല. വീട്ടിൽ എപ്പോഴും മാങ്ങ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉമ്മച്ചി കാലത്ത് മാങ്ങാപ്പുട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഷോർട്സ് ആയിട്ടാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലില്ല, ഷോർട്ട് വീഡിയോയിലുണ്ട്. മാങ്ങാപ്പുട്ടും മീൻചാറും കൂട്ടിയിട്ടുണ്ട് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലില്ല, ഷോർട്ട് വീഡിയോയിലുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനൊരു ഇത്തിരി ചോറ് കഴിക്കുള്ളൂ. കുറേ ചോറ് കഴിക്കുമ്പോൾ എനിക്കെന്തോ ഛർദ്ദിക്കാൻ വരുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി ചോറ് കഴിക്കും. അപ്പോൾ ഉമ്മച്ചാണെങ്കിൽ കിടന്ന് ചീത്ത പറയും, ഇത് കുട്ടികൾ കഴിക്കണ അത്രയും ചോറാണ് കഴിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്.
അങ്ങനെ ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞു. മാങ്ങ ഇങ്ങനെ ഇതാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ രണ്ടാമതൊരു മാങ്ങയും കൂടി എടുത്തിട്ട് കഴിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കിടക്കാമെന്ന് പറഞ്ഞത് റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി എന്നും ഓരോ ഡേ ഇൻ മൈ ലൈഫ് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ.